വി ഡി സതീശൻ വിദ്യാഭ്യാസമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് മാത്രമല്ല, വി ഡി സതീശൻ മന്ത്രിസഭയിലെ ഒട്ടുമിക്ക മന്ത്രിമാരും വിദ്യാഭ്യാസമുള്ളവരാണ്. മറ്റു ഭാഷകൾ സംസാരിക്കാൻ അറിയുന്നവരാണ്, അത് ക്വാളിഫൈഡ് ആണ്. നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ അവരെയും കുറ്റം പറയുന്നതല്ല, അതുപോലെ അല്ല. എന്തെങ്കിലും ചോദിച്ചാൽ എഹെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത്തരത്തിലുള്ള സാഹചര്യമില്ല. തർജ്ജമ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിവരത്തിൽ കൂടി കാണിക്കണം, സമൂഹത്തിൽ കൂടി ഒന്ന് കാണിക്കണം. വി ഡി സതീശൻ ഇതിന് പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ദൃശ്യങ്ങൾ വി ഡി സതീശൻ കാണാൻ വകുപ്പുണ്ട്. കാര്യം അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തല വെച്ചുകൊണ്ട് പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങ്, ആ ബേക്കിലെ ഫ്ലക്സോ തുണിയോ അതിൽ കാണുന്നത് വായിച്ചു നോക്കുമ്പോൾ ഒരു +2 പ്രവേശനോത്സവം എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഒരു ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കലാകാരൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വന്ന് മലരേ മൗനമാ, എത്ര മനോഹരമാണ് ആ പാട്ട്. നമുക്കൊന്നും പാടാൻ കഴിയില്ല. കഴിയുമായിരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കൂടെ പാടിയത്. അത് അദ്ദേഹത്തിന് കഴിയുന്ന വിധത്തിൽ അദ്ദേഹം ട്രാക്ക് ഇട്ട് ഫ്ലൂട്ടില് ഓടക്കുഴലിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ലവി കഴിയുന്ന സമയത്ത് അതിലെ സംഘാടകരായ 1-2 പേര് ഇങ്ങോട്ട് വന്നിട്ട് ഒരു മരങ്കോന്തൻ, ഞാൻ അങ്ങനെ തന്നെ വിളിക്കും, യാതൊരുവിധ കലാബോധവും ഇല്ലാത്ത, വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറാണ്, മാർക്ക് ഇട്ടിട്ട് കൊടുക്കേണ്ടതാണ് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു മരങ്ങോടം വന്നിട്ട് അത് തടഞ്ഞു. ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ഈ ഒരല്പമൊക്കെ ബോധം വേണം. ഇതൊരു വിദ്യാഭ്യാസ വേദിയല്ലേ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു വേദിയാണല്ലോ. ശരി, ഒരു പൊളിറ്റിക്കൽ ഒരു വേദിയാണ്, അല്ലെങ്കിൽ വേറൊരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്തെങ്കിലും ആണ്, ഇനി അതല്ലെങ്കിൽ മരുന്ന് വിതരണമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാരിറ്റിയാണ്. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ അനുവദിക്കണ്ട, നീ കയറി പാടണ്ട. ഇനി അഥവാ കയറി കഴിഞ്ഞാൽ അതൊന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഏതായാലും അയാൾക്ക് ആ വേദി കൊടുത്തല്ലേ, അയാൾ ആ ട്രാക്ക് മര്യാദയ്ക്ക് പാടല്ലേ. ഒരു 2 മിനിറ്റ് അയാൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്ത എന്ത് വിദ്യാഭ്യാസ എന്താ പറയാ ബാലാരിഷ്ടതയാണ് അവിടെ സംഭവിക്കുന്നത്. അയാള് ആ പാട്ട് തുടങ്ങി, പല്ലവി, മലരേ എന്നുള്ള പാട്ടിന്റെ പല്ലവി ആ ഫ്ലൂട്ടിൽ ഇങ്ങനെ വായിച്ചു. കോപ്പറേറ്റ് വരും എന്നുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കാത്തതാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ആ പാട്ട് ഫ്ലൂട്ടിൽ വായിച്ച് അവന്റെ പല്ലവി അങ്ങോട്ട് തീരാറായപ്പോ വന്ന് അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി നിർത്താൻ പറയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് ശരിയല്ല, അത് തീരെ ശരിയായില്ല. കാര്യം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ അല്ല, എല്ലാം വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള ഈ മരങ്കോന്തന്മാർക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം. പലപ്പോഴും ഞാൻ പറയാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയാതെ വിട്ടുപോയതാണ് ഇനി പറയുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കോ ഇവിടുത്തെ അധ്യാപകർക്കോ അത് അറിയൂല്ലോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്ന് പറയണമല്ലോ. എന്തിനാണ് നമ്മൾ കലാമത്സരങ്ങൾ സ്കൂൾ തലത്തിൽ നടത്തുന്നത്? എന്തിനാണ് സ്പോർട്സ് നടത്തുന്നത്? എന്തിനാണ് ആർട്സ് നടത്തുന്നത്? എന്തിനാണ് അവരെ കൊണ്ട് പടം വരപ്പിക്കുന്നത്? എന്തിനാണ് അവരെ കൊണ്ട് ഉപന്യാസം എഴുതിക്കുന്നത്? ഇത് വല്ലതും ഈ മരക്കൊന്തന്മാർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാമെന്നുണ്ടെങ്കിൽ ഇമാതിരിയുള്ള ഈ പണിയെടുക്കില്ലായിരുന്നു. എം എ മ്യൂസിക്കിന് പോകുന്ന ഒരാള്, അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആള്, അയാൾക്ക് കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ ഫിസിക്സിനും ഒക്കെ 60% മാർക്ക് 10ാം ക്ലാസ്സിനോ +2നോ ഇല്ലാന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. എന്തോ ലക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർക്ക് നോക്കേണ്ട ആവശ്യം? അയാൾക്ക് പാടാനുള്ള സ്വരശുദ്ധി ഉണ്ടോ? രാഗങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ? പിച്ച് മാറാതെ പാടാൻ കഴിയുന്നുണ്ടോ നോക്കിയാൽ പോരെ? അതിനുള്ള കഴിവുണ്ടല്ലേ നോക്കേണ്ടത്. ഇതിനൊക്കെ വേണ്ടിയാണ് വിദ്യാഭ്യാസം, ഇതിനൊക്കെ വേണ്ടി കൂടിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ സ്പോർട്സ് നടത്തുന്നത്, അതിൽ അത്ലറ്റിക്സ് ആയിട്ടുള്ള എന്തൂസിയാസ്റ്റ് ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ ഉപന്യാസം നടത്തുന്നത് ഇവിടുത്തെ സയന്റിസ്റ്റുകളും ശാസ്ത്രജ്ഞരുമായി മാറാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ വരയ്ക്കുന്നതിൽ മികച്ച ആർട്ടിസ്റ്റുകളെ, രാജാ രവിവർമ്മയൊക്കെ നമ്മളിങ്ങനെ പൊക്കി അടിക്കാറുണ്ടല്ലോ, അതുപോലുള്ള വർമ്മമാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റ് കലാരംഗങ്ങൾ മറ്റെല്ലാം ഏതും പരിശോധന നടത്തുന്നത് അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ആ മേഖലയിൽ അവർ നൈപുണ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവർ മറ്റുള്ള മേഖലയിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. അതായത് ഓരോ വ്യക്തിക്കും ഓരോ വഴി പറഞ്ഞിട്ടുണ്ട്, ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പാടാനുള്ള കഴിവില്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ചിലപ്പോൾ പാടാൻ കഴിവുണ്ടാവില്ല. പക്ഷെ അതുപോലെയല്ല മറ്റുള്ളവർക്ക്. ഒരു പെൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ ജീവനുള്ള ചിത്രങ്ങൾ അവരുണ്ടാക്കും, ചിലപ്പോൾ വരച്ചങ്ങോട്ടുണ്ടാക്കും. 1 ലക്ഷം കളിമണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ഉണ്ടാക്കും. നമ്മളൊക്കെ വിചാരിച്ചാൽ നടക്കും? ഇല്ല. ഓരോന്നും ഓരോ കഴിവാണ്. അതൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അതിലൊന്ന് തന്നെയാണ് ഈ ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ. ഒരു 5-6 ഓട്ടയുള്ള ഒരു കുഴല്, ഇതിനെയാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത്. ഈ സാധനം ഇപ്പൊ ഞാനും ഉപയോഗിക്കുന്നുണ്ട്.
ഇതെടുത്ത് നമുക്ക് ഊതാനൊന്നും അറിയില്ല. ഇത് പണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഗാനമേളയിൽ എന്റെ സുഹൃത്ത് സുരേഷ് വാച്ച ഫ്ലൂട്ട് അവന്റെ ഓർമ്മയ്ക്ക് കൊണ്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനം എടുത്ത് വെച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയാൽ കേൾക്കൊന്നുമില്ല. അത് ആ പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ഒരു കഴിവാണ്. അതൊരു വിദ്യാഭ്യാസ വേദിയിൽ, ആ വേദിയിൽ അത് ആ വിധത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് കേട്ട് അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ട് ആ പരിപാടി തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ആകാശം ഇടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. അതും കൂടി ചേർന്നതാണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കണം. അതായത് ഇവിടെ പ്രവേശനോത്സവം എന്ന് പറയുന്നത് നിങ്ങൾ കുറെ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള തറ പറ പറി പഠിച്ചു വെച്ചതിന് ശേഷം അതങ്ങോട്ട് എഴുതി വെച്ച് മാർക്ക് വാങ്ങി സർട്ടിഫിക്കറ്റിൽ സീലടിച്ചു കൊടുക്കാനുള്ളതല്ല എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. Different angles. Don't forget to subscribe and support this channel.